970കളിൽ ഇംഗ്ലണ്ട് കണ്ട പോപ്പ് ഗായകനാണ് കാറ്റ് സ്റ്റീവൻസ്. കാറ്റ് സ്റ്റീവൻസ് ലോകം കണ്ട അന്നത്തെ 970കളിലെ പോപ്പ് സിംഗറാണ്. ആരാണ് ഈ പോപ്പ് ഗായകൻ? അദ്ദേഹം മൊറോക്കോയിൽ വന്നപ്പോൾ ഒരിക്കൽ ബാങ്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹം മ്യൂസിക്കുമായി, നിങ്ങൾക്കറിയാം ഒരു പോപ്പ് ഗായകന്റെ ജീവിതത്തിൽ എന്താ ദുനിയാവിൽ കിട്ടാത്ത സുഖം എന്താണ്? എല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മ്യൂസിക്കും ചെവിയിൽ വെച്ച് നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, അല്ലാഹ്, ഖുർആന് കയ്യിലുള്ള ഒരു സമൂഹം അതുപേക്ഷിച്ച് മ്യൂസിക് ചെവിയിൽ വെക്കണോ? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം എന്ന് ചോദിച്ചു, ഇതെന്താണ്? ബാങ്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ദിസ് ഇസ് മ്യൂസിക് ഫോർ ഗോഡ്, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള മ്യൂസിക്കാണ്. മ്യൂസിക് ഫോർ ഗോഡ് അങ്ങനുണ്ടോ? മ്യൂസിക് ഫോർ മണി, മ്യൂസിക് ഫോർ ഫെയിം, മ്യൂസിക് ഫോർ ഫൺ, ഇതൊക്കെ എനിക്കറിയാം. ദൈവത്തിന് വേണ്ടി ഒരു മ്യൂസിക്കോ? അവിടെ ഒരു അദ്ദേഹത്തിൽ ചിന്ത തുടങ്ങാണ്. ആ ബാങ്കിന്റെ വചനം ഹദീസിൽ വന്ന നബിതങ്ങൾക്ക് സ്വപ്നദർശനം വന്ന വഹീന്റെ വചനമാണ്. അതിനും ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അദ്ദേഹം തന്റെ ഒരു ഹോളിഡേ, അദ്ദേഹം അത് പോയത് 977 മൊറോക്കോയിൽ വന്ന് 977 ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. 77 അദ്ദേഹം കാലിഫോർണിയക്കടുത്തുള്ള മാലിബു ദ്വീപിൽ അവിടെ അദ്ദേഹം ഒരു ഹോളിഡേ വെക്കേഷന് പോയപ്പോ കടലിൽ സ്വിമ്മിങ്ങിനിറങ്ങി, കുളിക്കാനിറങ്ങിയപ്പോ തിരമാല വന്ന് ഇയാളങ്ങോട്ട് കൊണ്ടുപോയി കടലിലേക്ക്. ഒരൊറ്റ നിലവിളി, Oh my God, if you save me, I will work for you. അദ്ദേഹം ഇന്നും അത്ഭുതത്തിൽ, അഭിമാനത്തിൽ ഈ സംഭവം പറയുന്നു. പടച്ചവനെ, ദൈവമേ, അത് അല്ലാഹു ആണോ യേശു ആണോ ഒന്നും അദ്ദേഹക്കറിയില്ല. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ദൈവമേ, നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി സേവനം ചെയ്യും. ആ പണി ഇന്ന് ചെയ്യുന്ന ഒരു മഹാനായ ദാഇയായി മാറിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. ഒരു തിരമാല കണ്ട് വന്ന് അദ്ദേഹത്തെ കരയിലോട്ട് തള്ളിക്കൊണ്ടുവന്നു. അദ്ദേഹം മനസ്സിലാക്കി, ഇത് ദൈവികമാണ്, ഇത് അല്ലാഹുവിനെ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്നിട്ട് കിട്ടിയത് സൂറത്ത് യൂസുഫ് ഇങ്ങനെ മറിച്ചു നോക്കി. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇത്ര മനോഹരമായി, ചാരിത്രശുദ്ധി, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ അനുഭവം മനോഹരമായി വിവരിച്ച രംഗം അദ്ദേഹം പറഞ്ഞു. ഇത് വായിച്ചപ്പോ ഞാൻ തോന്നി, ദിസ് ഈസ് ഡിവൈൻ, ഇത് ദൈവികമാണ്. ഒരു മനുഷ്യന് ഇങ്ങനെ കഥ എഴുതാൻ കഴിയില്ല. സൂറത്ത് യൂസുഫ് കണ്ടുകൊണ്ടാണ് അല്ലാഹുവാണ് എന്റെ രക്ഷകൻ എന്ന് മനസ്സിലാക്കി ഇന്ന് ജീവിച്ചിരിപ്പുള്ള കാറ്റ് സ്റ്റീവൻസ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുന്നവർക്ക് ഹക്ക് മനസ്സിലാകുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സ്കിപ്പ് എസ്സസ് എന്ന് പറയുന്ന ഒരു പോപ്പ് പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയിൽ ജീവിച്ച അദ്ദേഹം ജീവിച്ചത് ഓഹിയോയിലാണ്. അമേരിക്കയിലെ ഓഹിയോയിൽ ജനിച്ച സ്കിപ്പ് എസ്സസ്, അദ്ദേഹത്തിന്റെ പേരതായിരുന്നു അന്ന്. ഈജിപ്തുകാരനായ ഒരു മുഹമ്മദ് എന്ന ഒരു കൂട്ടുകാരനുണ്ട്, ബിസിനസ് പേഴ്സൺ. അയാളോട് ഇങ്ങനെ സംസാരിച്ചതാ, വെറുതെ അങ്ങനെ സംസാരിച്ചതാ അല്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇസ്ലാം? അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ അന്ന് അദ്ദേഹം പ്രീസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയം, പള്ളിയിലെ പ്രീസ്റ്റാണ്, പള്ളിയിലെ അച്ഛനാണെന്നൊക്കെ പറയില്ലേ. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം എപ്പോഴും ഏറ്റവും നല്ലത് സ്വീകരിക്കണമെന്ന് പറയുന്ന മതമാണ്. നിങ്ങളുടെ ക്രിസ്ത്യാനിസം ഇസ്ലാമിനേക്കാളും ശരിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഒന്ന് പറഞ്ഞരി, എന്താണ് ക്രിസ്തു മതവിശ്വാസം? അദ്ദേഹം പറഞ്ഞു, എന്താ പറയാ, കല്യാണത്തിന് ഇങ്ങനെയാണ്, ശവസംസ്കാരം ഇങ്ങനെയാണ്, ജനിച്ചാൽ ഒരു മാമോദിസ, ഇതല്ലാതെ ഇതാണ് ജീവിതം. നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് പറ്റും, ഇത് പാടില്ല, ഇന്നതേ ചെയ്യാവൂ, ഇങ്ങനെ ജീവിത നിയമങ്ങൾ പറയുന്ന അതും ദൈവം എങ്ങനെ, അല്ലാഹു എങ്ങനെ ഇത് പറയുന്നത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇന്ന് മുസ്ലിമാണ്, ദാഇയാണ്, യൂസുഫ് എസ്സസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് യൂസുഫ്മാർ. മാർക്ക് ഹാൻസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ്. ഇന്ന് ലോകമറിയപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയൊരു ആലിമായി, തസവ്വുഫും ഷാദുലി ത്വരീഖത്തിന്റെ ഒരു മുരീദുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന വലിയ ആലിം, ഇന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദീനിനെ ഇത്രയധികം അടുത്തു പഠിച്ച, ഉസൂലുകൾ പഠിച്ച പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹംസ യൂസുഫ്. അദ്ദേഹം ഇന്ന് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പേരെന്താ? അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടായിരുന്നു എലീലി ഹാൻസൺ. അവരിന്ന്
അവരുടെ പേര് ഉമ്മു യഹ്യ, അവർ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം എനിക്ക് സത്യം അറിയണമെന്നറിഞ്ഞവരുടെ മുമ്പിലാ ഒന്നും ഇസ്ലാം പിശുക്ക് കാണിച്ചിട്ടില്ല. സ്വീകരിച്ചോ. അത് ഹൃദയത്തോട് സംവദിക്കുകയാണ്, കൽബിനോടാ സംവാദനം. ദേഷ്യപ്പെടുന്ന ആളോടും ഖുർആനിന്റെ ഒത്തുമതി. കുട്ടിക്കും ഖുർആൻ മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഒരു രാജാവിനോട് പറയേണ്ടത് അല്ലാഹു ആ ശൈലിയെ ഉപയോഗിക്കുള്ളൂ. വൃത്യനോട് പറയുന്നതും അതേ ശൈലിയാണ്, ഒരേ ശൈലി. എല്ലാം എന്ത് മൂഡിലായാലും ഇത് മനസ്സിലാകും. ഇതുകൊണ്ട് ചലനുണ്ടാക്കും. അത് ഖുർആനിന്റെ മറ്റൊരു ഇജാസാണ്. അൽ മശാഇറുൽ ബശരിയ്യ, മനുഷ്യന്റെ കോൺഷ്യൻസിലേക്ക്, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഏത് മൂഡിലായാലും പ്രശ്നമില്ല. അതാണ് ഖുർആൻ.